പാലായുടെ മാണിക്യം. മാണി അറിയപ്പെട്ടത് അങ്ങനെയാണ്. ആരൊക്കെ തള്ളിപ്പറഞ്ഞപ്പോഴും രാഷ്ട്രീയ തിരിച്ചടികൾ നേരിട്ടപ്പോഴും പാലാക്കാർ മാണിയെ ചേർത്ത് പിടിച്ചു, ഒരു തെരഞ്ഞെടുപ്പിൽ പോലും തോൽപ്പിക്കാതെ. 1965 പാലാ മണ്ഡലം രൂപീകരിക്കുമ്പോൾ KM മാണിയെ അല്ലാതെ മറ്റാരുടെ പേരും കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് KM ജോർജിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു നേതാവിന് നൽകാത്ത പിന്തുണയാണ് പാല അന്നു മുതൽ മാണിക്ക് നൽകിയത്. തുടർച്ചയായ 12 തെരഞ്ഞെടുപ്പിലും മാണിയെ പാല പിന്തുണച്ചു. കർഷകരുടെ, പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ വക്താവായി മാണി വളരെ പെട്ടെന്ന് മാറി. കേരളത്തിലെമ്പാടുമുള്ള കുടിയേറ്റ കർഷകരുടെ ശബ്ദമായി മാണി കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്നു. പാലാക്കാർക്ക് KM മാണി എന്നും മാണി സാറായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാരണന്മാരുടെ അപ്പനായിട്ട് ഫാദറായിട്ട് കാണുന്നത്, കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു ആജ്ഞാപനമില്ലെന്നായി പോയി സാറ് പറയുക കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളില്ലെന്നായി. മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കനത്ത വെല്ലുവിളി കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തെ ബാർ കോഴ വിവാദമായിരുന്നു. ഈ പ്രതിസന്ധിയിലും ഭൂരിപക്ഷം 4703 ആയിട്ടും മാണിയെ തന്നെ ജയിപ്പിച്ചു പാലാ മണ്ഡലം. KM മാണിയുടെ വിയോഗത്തോടെ പാലാ നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ തുടക്കം മുതലുള്ള ഒരു വലിയ അധ്യായമാണ് അവസാനിക്കുന്നത്. പാലായ്ക്ക് പകരം വെക്കാനില്ലാത്ത നഷ്ടം. ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.